ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം ഇവ മൂന്നും ഇനിയില്ല. പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളിലെ ചില വകുപ്പുകൾ പരിഷ്കരിച്ചും പുതിയവ കൂട്ടിച്ചേർത്തും പേരുമാറ്റിയുമാണ് പുതിയ നിയമങ്ങൾ സർക്കാർ അവതരിപ്പിച്ചത്. പുതിയ നിയമങ്ങളിലെ ചില സുപ്രധാന വകുപ്പുകൾ നമുക്ക് പരിശോധിക്കാം. ന്യായസംഹിതയിലെ 113 വകുപ്പ് പ്രകാരം ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യത്തെ വെല്ലുവിളിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഭീകരവാദമായി പരിഗണിക്കും. വസ്തുവകകൾ തകർക്കുന്നതും കള്ളനൊട്ടടിയും ഭീകരവാദ പ്രവർത്തനമായി പരിഗണിക്കും. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയാൽ വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കും. പീഡന കേസുകൾക്ക് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ഉറപ്പാക്കും. എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ജീവപര്യന്തം തടവ് ലഭിക്കും എന്നാണ് പുതിയ നിയമങ്ങളിൽ പറയുന്നത്. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുതൽ അപകീർത്തി കേസുകൾ വരെ പ്രതിഫലമില്ലാതെ സാമൂഹ്യ പ്രവർത്തനം നടത്തുക ഒരു ശിക്ഷയായി നൽകും. പ്രതിപക്ഷത്ത് നിന്ന് വലിയ എതിർപ്പ് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട സുപ്രധാനമായ ബില്ലുകൾ പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തെ 150-ലധികം എംപിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയിട്ടാണ് ഈ നിയമങ്ങൾ പാസ്സാക്കി എടുത്തത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ സ്ഥിരം സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ട ശേഷം മാത്രം ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തണം എന്നതാണ് നിർദ്ദേശം. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കി എന്ന് പറയുമ്പോഴും അതിനേക്കാൾ മാരകമായി സർക്കാരുകൾക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന 152 വകുപ്പ് ഉൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിൽ ഉണ്ട് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ഡിജിറ്റൽ തെളിവ് എന്നുള്ള നിലയിൽ വ്യക്തികളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും എല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പരിശോധിക്കാനുള്ള അധികാരം പോലീസിന് നൽകുന്നത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോടതികളിലും പോലീസിലുമുള്ള ആശയക്കുഴപ്പങ്ങൾ വേറെയുമുണ്ട്. എന്തായാലും എല്ലാ ആശങ്കകൾക്കും ഇടയിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് 3 പുതിയ നിയമങ്ങൾ. ഡൽഹിയിൽ നിന്ന് ജഗദീഷ് വിഷ്ണുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.